മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യം. ശരീരത്തിന്റെ വിളക്ക് കണ്ണ് ആകുന്നു. നാം എന്ത് കാണുന്നു എന്നും എങ്ങനെ കാണുന്നു എന്നുമുള്ളത് നമ്മുടെ ജീവിതഗതിയെ നിർണയിക്കാൻ പോകുന്നതാണ്. യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരാൾ യേശുവിനെ പരിഹസിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ച യേശുവിന് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ലേ എന്നതായിരുന്നു തന്റെ ന്യായയുക്തമായ ചോദ്യം. എന്നാൽ മറ്റേ കള്ളൻ അതിനെ വ്യത്യസ്തമായിട്ടാണ് കണ്ടത്. മുൾക്കിരീടം ധരിച്ച, കൈകാലുകൾ ആണിയിൽ തൂങ്ങി നിസ്സഹായനെന്ന് തോന്നിപ്പിക്കുന്ന വിധം കിടക്കുന്ന യേശു സാക്ഷാൽ സർവപ്രപഞ്ചത്തിന്റെയും നാഥനും രാജാവുമാണെന്ന് അവൻ കണ്ടു. തനിക്ക് ലഭിച്ച അവസാന അവസരം അവൻ രക്ഷയ്ക്കായി പ്രയോജനപ്പെടുത്തി. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ മോശെ അയച്ച 12 പേരിൽ 10 പേർ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയും മനോഹാരിതയും കണ്ടതിനേക്കാൾ പ്രാധാന്യം നൽകിയത് ദേശത്ത് ജീവിക്കുന്ന അതികായന്മാരായ മനുഷ്യരെയും വൻ കോട്ടകളാൽ സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്ന നഗരരാജ്യങ്ങളെയുമായിരുന്നു. എന്നാൽ 2 പേർ ദൈവം തങ്ങൾക്ക് ഇത്ര മനോഹര ഭൂമി നൽകാനായി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വിശ്വാസത്താൽ കണ്ടു. തെറ്റായ കാഴ്ചകളും കാഴ്ചപ്പാടുകളും നമ്മെ ഇരുളിലേക്ക് നയിക്കുമ്പോൾ ശരിയായ ദൃഷ്ടി നമ്മെ വെളിച്ചങ്ങളായി പ്രകാശിക്കാൻ സഹായിക്കും. എത്ര മോശമായ സാഹചര്യങ്ങളിലും ശരിയായ കാഴ്ചയുള്ളവർ ലോകത്തിൽ പ്രകാശം പരത്തുന്നവരായി മാറും. നമ്മുടെ ബലഹീനതകൾക്കും ഇല്ലായ്മകൾക്കും അപ്പുറത്തേക്ക് കണ്ണുകളുടെ നോട്ടം എത്തട്ടെ. അങ്ങനെ പ്രകാശം പരത്തുന്നവരാകാൻ നമുക്കാകട്ടെ. ഗോഡ് ബ്ലസ് യു.